കോട്ടയം നഗരസഭയിലെ 211 കോടിയുടെ ക്രമക്കേടിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും തമ്മിൽ വാക്കേറ്റം. ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വൈസ് ചെയർമാൻ ഗോപകുമാർ നഗരസഭാ അധ്യക്ഷയ്ക്ക് കത്ത് നൽകി. വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് UDF മുന്നണി. പ്രത്യേകിച്ചും UDF ഭരിക്കുന്ന നഗരസഭയിലാണ് ഇത്രയും വലിയൊരു തിരിമറി, 211 കോടി രൂപയുടെ തിരിമറി. അത് വെറും ക്രമക്കേട് മാത്രമല്ല, അതൊരു നീക്കുപോക്ക്, വരവ് ചെലവ് കണക്കുകളുടെ ഒരു വ്യത്യാസം മാത്രമാണ് എന്നായിരുന്നു അന്ന് ഈ നഗരസഭാ ചെയർപേഴ്സണൊക്കെ പറഞ്ഞു വെച്ചത്. പക്ഷേ വൈസ് ചെയർപേഴ്സണും തമ്മിൽ വലിയൊരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത് വസ്തുതാപരമായി പുറത്തേക്ക് വരേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ബിനിഷ, കുത്തഴിഞ്ഞ നഗരസഭയിൽ നിന്നും 211 കോടി രൂപ കാണാതായ സംഭവത്തിലാണ് പ്രത്യേക നഗരസഭാ യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ചേർന്ന നഗരസഭാ യോഗത്തിൽ ഭരണകക്ഷിയിലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വരുന്നതാണ് ഈ കൗൺസിൽ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങിയ ഉടൻ തന്നെ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഷീജ അനിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ഈ വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ പോലും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നഗരസഭ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിന് ശേഷം പിന്നീട് നഗരസഭ വൈസ് ചെയർമാൻ സംസാരിച്ചു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ നഗരസഭയിൽ നിന്നും ഈ പാരിതോഷികം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റ് അവതരണ വേളയിൽ അംഗങ്ങൾക്ക് പാരിതോഷികം നൽകാൻ, സമ്മാനങ്ങൾ നൽകാൻ വേണ്ടി വ്യാപകമായ പിരിവ് നടത്തി. ഈ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ ചർച്ചയിൽ വന്നപ്പോൾ അത് വിജിലൻസ് അന്വേഷിക്കുവാൻ വേണ്ടി നഗരസഭ ഐകകണ്ഠേനയാണ് തീരുമാനം പാസ്സാക്കിയത് എന്നുള്ളതാണ് ചെയർപേഴ്സണായിട്ടുള്ള ബിൻസി സെബാസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വിശദീകരണം. ഇതിനെ തുടർന്നാണ് നഗരസഭ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ആരോപണ വിധേയനായ, അതായത് ഈ പാരിതോഷികം നൽകുവാൻ വേണ്ടി വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്ന് ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന വൈസ് ചെയർമാൻ ഗോപകുമാർ ചാടി എഴുന്നേറ്റ് അത്തരം ആരോപണങ്ങൾ ശരിയല്ല എന്നും ഞാൻ കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നും താൻ കുറേ കാലമായി പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ തന്നെ ഇത്തരത്തിൽ അപമാനിക്കേണ്ടതില്ല, തന്നെ പണി പഠിപ്പിക്കാൻ വരരുത് എന്ന ശക്തമായ താക്കീതാണ് ചെയർപേഴ്സന് വൈസ് ചെയർമാൻ നൽകിയത്. കാരണം ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇത്തരത്തിൽ ക്രമക്കേട്, വ്യാപകമായ രീതിയിൽ പണപ്പിരിവ് നടത്തിയെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ട് ഐകകണ്ഠേനയാണ് ഈ കേസന്വേഷണം വിജിലൻസിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് നഗരസഭാ ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ ഗോപകുമാർ പറഞ്ഞത് 4 പേർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഐകകണ്ഠേന ഈ നിയമം പാസ്സാക്കി അല്ലെങ്കിൽ തീരുമാനം പാസ്സാക്കി എന്ന് പറയാൻ വൈസ് ചെയർപേഴ്സന് കഴിഞ്ഞത്? അതുകൊണ്ട് തന്നെ ഈ പണി പഠിപ്പിക്കാൻ വരല്ല എന്ന ശക്തമായ താക്കീത് വൈസ് ചെയർമാൻ ചെയർപേഴ്സൺ നൽകുകയായിരുന്നു. ഇതോടുകൂടിയാണ് പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാദപ്രതിവാദങ്ങളുണ്ടായി. ഇത് വ്യക്തമാകുന്നത് ഭരണപക്ഷിയിലെ തന്നെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൂടി മറനീക്കി പുറത്തു വരുമ്പോൾ ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥത എത്രത്തോളം ഉണ്ട് എന്ന് തെളിവാക്കുന്നതായിരുന്നു ഇന്നലത്തെ നഗരസഭാ കൗൺസിൽ യോഗം എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. വിനിഷ, അതായത് സനോജ്, 211 കോടി രൂപയുടെ ക്രമക്കേടിന് പുറമെ നഗരസഭാ അംഗങ്ങൾക്ക് പാരിതോഷികം നൽകാനായി വീണ്ടും ഒരു പിരിവ് നടത്തി അതിലും ക്രമക്കേട് ആരോപിക്കുന്നു. തീർച്ചയായിട്ടും ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും തമ്മിലുണ്ടായ വാദപ്രതിവാദത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകരെ കാണിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിൻ്റെ കുറേ കൂടി വ്യക്തത മനസ്സിലാക്കാൻ കഴിയും. ഇവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത എത്രത്തോളം ഉണ്ട് എന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളിലും നഗരസഭയിൽ ഒരു അഭിപ്രായ ഐക്യമില്ല എന്നുള്ളത് വ്യക്തമാവുന്നതാണ് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗം. കാരണം 211 കോടി രൂപ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ പ്രത്യേക നഗരസഭാ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനിടയിലാണ് മറ്റ് പല കാര്യങ്ങൾ കൂടി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി വന്നത്. അങ്ങനെ ചർച്ചയായി വന്ന കാര്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നഗരസഭയുടെ ധനകാര്യ ചുമതല വഹിക്കുന്ന വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ഗോപകുമാർ അംഗങ്ങൾക്ക് പാരിതോഷികം നൽകാൻ വേണ്ടി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന് പ്രതിപക്ഷ കക്ഷിയിലെ ചില ആളുകൾ നേരത്തെ തന്നെ ആരോപണമായി ഉന്നയിച്ചത്. അത് ഐകകണ്ഠേനയാണ് ഇത്തരം ആരോപണം വന്ന സ്ഥിതിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഐകകണ്ഠേനയാണ് വിജിലൻസിനോട് ശുപാർശ ചെയ്തത് എന്നുള്ള ഒരു പരാമർശം ചെയർപേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ചെയർപേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഈ ഉണ്ടായപ്പോഴാണ് ആരോപണ വിധേയനായ സ്വന്തം പാർട്ടിയിലെ തന്നെ വൈസ് ചെയർമാനായിട്ടുള്ള ഗോപകുമാർ ചാടി എഴുന്നേറ്റുകൊണ്ട്
തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരേണ്ടതില്ല. താന് 10-20 വർഷക്കാലമായി നഗരസഭാ കൗൺസിൽ അംഗമെന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു നീതി ഉണ്ടാവണം. കാരണം ഈ 46 അംഗങ്ങളിൽ എല്ലാവരും കൈപൊക്കി എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അന്ന് ഇത്തരം ഒരു തീരുമാനം വിജിലൻസിന് അന്വേഷണം കൈമാറുമ്പോൾ അന്ന് കൗൺസിൽ യോഗത്തിലുണ്ടായിരുന്ന 4 അംഗങ്ങൾ ഇതിനോട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഈ തീരുമാനം പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 4 പേർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഐകകണ്ഠേന ഈ തീരുമാനം പാസ്സാക്കിയത് എന്നുള്ള ഒരു നിലപാട് ചെയർപേഴ്സണിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുകൊണ്ട് ഏകകണ്ഠമായി ഈ തീരുമാനം പാസ്സാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന തരത്തിലാണ് വൈസ് ചെയർമാൻ ബി ഗോപകുമാർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം വച്ചത്. എന്തായാലും വാദപ്രതിവാദങ്ങൾ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലല്ലായിരുന്നു, ഭരണകക്ഷിയിലെ അംഗങ്ങൾ തന്നെയായിരുന്നു ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഏറ്റുമുട്ടിയത്. വിനിഷ. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോട്ടയം നഗരസഭയിലെ 211 കോടിയുടെ ക്രമക്കേടിന് പുറമെ ഈ നഗരസഭാ അംഗങ്ങൾ ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പരസ്പരം വാക്കേറ്റവും തമ്മിൽ കയ്യാങ്കളിയും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി.